ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് അതിനൊരു രസം വരണം. അങ്ങനെ രസം വരുമ്പോഴേ അതാവും. അതാണ് മച്ചിത്ത മർഗതപ്രാണ ബോധയന്ത പരസ്പരം കഥയന്ത നിത്യം. എപ്പോഴും ആ വിഷയങ്ങളെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കും. തുഷിയന്തിര രമന്തിര, അങ്ങനെയുള്ള ആൾ സന്തോഷിക്കും, രമിക്കും. ഇതാ. അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം കേട്ട് കഴിഞ്ഞു, അതവിടെ വെച്ചിട്ടങ്ങ് പോയി, പിന്നെ തിരികെ വരുന്നു, പിന്നെയും പോകുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. അതാണ് സന്യാസി ഇരിക്കേണ്ട ആളിനെ പറ്റി പറയുകയാണ്. ആത്മരതി ദേവസ്യാത് ആത്മവൃത്തമാണ് ആത്മന്യേവറ്റ സന്തുഷ്ട സസ്യകാര്യം. അങ്ങനെയുള്ള ഒരാളാണ് കർമ്മത്തെ ഉപേക്ഷിച്ച് സന്യസിക്കേണ്ടത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിനക്ക് ആ നിലയിലുണ്ടോ? ഭഗവാൻ അർജുനനോട് ചോദിക്കുകയാണ്. മറ്റേ അതിന് മുമ്പത്ത് പറഞ്ഞു, നൈവതസ്യ ഹൃദയനാർത്ഥോ നാഗൃതേനേഹ കശ്ചന മദാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യവാശ്രയ. നൈവതസ്യ ഹൃദയനാർത്ഥോ നാഗൃതേനേഹ കശ്ചന മദാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യവാശ്രയ. നൈവ തസ്യ ഹൃദയേന അർത്ഥഃ നാഗൃതേന ഇഹ കശ്ചന ച അസ്യ സർവഭൂതേഷു കശ്ചിൽ അർത്ഥവ്യവാശ്രയ. ഭഗവാൻ പറയുകയാണ്. അപ്പോൾ ആരാണോ യാതൊരു കർമ്മം ചെയ്യും, നമ്മുടെ സർവ്വ പ്രവൃത്തിയുടെയും ഫലം കർമ്മത്തിന്റെ ഫലം അന്ധകരണശുദ്ധിയും അന്ധകരണശുദ്ധിദ്വാര ആത്മജ്ഞാനവുമാണ് കർമ്മത്തിന്റെ ഫലം. അപ്പം നാം ഓരോരുത്തരും മുക്തിക്ക് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. നമ്മുടെ ജീവിത ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. ആത്മസാക്ഷാത്കാരത്തിനുള്ള സാധനകളാണ് ബാക്കിയല്ലാത്തത്. അപ്പോൾ സാധനകൾ പലതായിരിക്കാം, പക്ഷേ സാധ്യം ഒന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അന്ധകരണത്തിന് ശുദ്ധി വരത്തക്ക വിധത്തിലായിരിക്കണം നമ്മുടെ പ്രവൃത്തി. ആ സാധനയുടെ ഫലം ആത്മസാക്ഷാത്കാരമാണെങ്കിൽ പിന്നീട് ആ ഭാവന ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊരു വള്ളം കടക്കുന്നു, വള്ളത്തെ ഒരു നദി കടക്കുന്നു, വള്ളത്തെ നദി കടന്നിട്ട് അക്കരെ ചെന്നിട്ട് അക്കരെ കയറിയിട്ട് വള്ളവും തലയിൽ വെച്ചിട്ട് ആരും പോകാറില്ല. തലയിൽ വെച്ച് വള്ളം എന്തേ വരെ അങ്ങനെ കടത്തി അങ്ങനെ പോകും. ഇതുപോലെ സാധനങ്ങൾ കൊണ്ട് തിരിച്ച ഒരവസ്ഥയിലെത്തിയാൽ പിന്നീട് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പുഷ്പം ഹരിച്ചാൽ പിന്നെ ആ പുഷ്പം തന്നെ പൊഴിഞ്ഞു പോകും. ഇതുപോലെ ആത്മജ്ഞാനം കൊണ്ട് ലൗകികവും വൈദികവുമായ കാമ്യകർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് പൊക്കവും അവനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ, ഞാൻ ആത്മാവാണെന്നുള്ള ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രാരബ്ധം കൊണ്ട് അയാളൊന്നും ചെയ്യുന്നില്ല. അയാളാണ് സന്യാസി. ചെയ്താലും ചെയ്തില്ലേ അയാളാണ് സന്യാസി. എന്താ കാരണം? നൈവതസ്യ ഹൃദയേന അർത്ഥ തസ്യ ഹൃദയേന അർത്ഥ. അയാൾക്ക് ആ ജ്ഞാനിക്ക് ആത്മരതിക്ക് ഹൃദയേന അർത്ഥ. എന്ത് പ്രവർത്തിച്ചാലും അതുകൊണ്ട് അയാളുടെ ആത്മാവിനൊരു പ്രയോജനം വെച്ചു. അയാൾ പിന്നെ ഒരു ജ്ഞാനി പ്രവർത്തിച്ചു, ആ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിന് ശ്രേയസ് മോക്ഷം എത്തേണ്ടടുത്ത് എത്തുക എന്നുള്ള ബോധമൊന്നും അദ്ദേഹത്തിനില്ല. ഒരു സംതൃപ്തിയുടെ ലക്ഷണം. ഞാൻ അറിയേണ്ടതാണ്, എത്തേണ്ടടുത്ത് എത്തി, പിന്നെ തള്ളേണ്ടത് തള്ളി, ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കും എന്നുള്ളൊരു സംതൃപ്തി ഒരു ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് അയാൾ തൃപ്തൻ. അപ്പോൾ ഒരു ആത്മസാക്ഷാത്കാരം ചിന്തിച്ച ഒരാൾക്ക് ആത്മാവാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അത് ഞാൻ പ്രാപിച്ചു കഴിഞ്ഞു. അത് പ്രാപിക്കുന്നതിന് അന്ധകരണശുദ്ധി കർമ്മമാണ് ആവശ്യം. കർമ്മം ധരിച്ചുകൊണ്ടാണ് അതെനിക്ക് ഉണ്ടായത്. അപ്പോൾ ഞാൻ സംതൃപ്തനാണെന്നുള്ള ബുദ്ധിയുണ്ടാകും. ഏതെങ്കിലും ഒരു കുറവ് വന്നിട്ട് ഇത് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവൻ സംതൃപ്തനല്ല. അപ്പോൾ ജ്ഞാനിക്ക് നൈവതസ്യ ഹൃദയനാർത്ഥോ അവൻ അദ്ദേഹത്തിന് കർമ്മം കൊണ്ട് പറയത്തക്ക പ്രയോജനമൊന്നുമില്ല. നാഗൃതേനേഹകച്ചന എന്ന് വിചാരിച്ച് അയാൾക്ക് അതുകൊണ്ട് ന്യൂനതയും വരാൻ, ഒരു ജ്ഞാനിക്ക് യാതൊരു ന്യൂനതയും വരാനില്ല. അതാശ സർവഭൂതേഷു അച്ഛിത് അർത്ഥവ്യപാശ്രയ. അദ്ദേഹത്തിന് 3 ലോകത്തിലും ഒരു ഇന്നത് കൊണ്ട് സാധിക്കേണ്ടത് എന്നതുണ്ട്. അർത്ഥവ്യപാശ്രയം, അർത്ഥത്തിന്റെ വ്യപാശ്രയം. അർത്ഥം പ്രയോജനത്തെ അവലംബിച്ചിരിക്കുന്നില്ല. ഇന്ന പ്രവൃത്തിയിൽ നിന്ന് ഇന്നത് കിട്ടും എന്നുള്ള ഒരെണ്ണം ഉണ്ടാകുന്നില്ല. അതാണ് അർത്ഥവ്യപാശ്രയം എന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ നിന്ന് സിദ്ധിക്കുന്നതായ വ്യപാശ്രയം എന്ന് വെച്ചാൽ ആനന്ദനം അർത്ഥം. അപ്പോൾ ഇന്ന സാധനത്തെ ആശ്രയിച്ചിരിക്കും ഇന്നത് കിട്ടി എന്ന് പറയാനൊന്നുമില്ല. അദ്ദേഹത്തിന് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിധിനിഷേധങ്ങൾക്ക് അതീതനാണ്. അങ്ങനെയുള്ള മഹാത്മാക്കളെ അല്ല ഉദാഹരിക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെയുള്ള ജ്ഞാനിയാണ് കർമ്മം ഉപേക്ഷിച്ച് ധന്യതയില്ല. അജ്ഞാനി ഉപേക്ഷിക്കുന്നില്ല. അതാണല്ലോ പരദേശബ്രാഹ്മണരുടെ വിവാഹം ചടങ്ങ്. അവരെ
വിവാഹത്തിനൊക്കെ എല്ലാം ഒരുങ്ങി വന്നപ്പോൾ നിങ്ങൾ തന്നെ ഇവിടങ്ങളിൽ അധികം പർവ്വതഗ്രാമങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നാട്ട് കാണും അല്ലേ? പയ്യൻ വിവാഹത്തിന് ഇങ്ങോട്ട് വന്ന് കുറേ അങ്ങോട്ട് കഴിയുന്നവർക്ക് വിരക്ക് കാശിക്ക് പോകുക എന്നൊരു സംഭവമാണ്. സമൂഹം വിരക്തനായിട്ട് കാശിക്ക് പോകുന്നവർക്ക് മധ്യസ്ഥനായ ഒരാളിനോട്ട് കാശിക്ക് പാടില്ല. ശരിയായ ധർമ്മം ഗൃഹസ്ഥാശ്രമമാണ് എന്ന് പറഞ്ഞ് ഗൃഹസ്ഥാശ്രമത്തിന്റെ മഹത്വമൊക്കെ പറഞ്ഞിട്ട് കന്യാസത്തിൽ നിന്ന് തീർത്ഥയാത്രയിൽ നിന്ന് പിന്തിരിച്ച് വന്നു. ഞാൻ എന്റെ മകളെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം ഏൽപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പൊ താൽക്കാലികമായ ഉണ്ടായ ഒരു വ്യാമോഹം കൊണ്ട് കാശിക്ക് പോയിക്കാം. കാശിക്ക് പോകാൻ കൊടുത്തിട്ട് കന്യതിക്കാത്ത കർമ്മം ഉപേക്ഷിക്കാൻ പറഞ്ഞു. പറഞ്ഞാൽ തന്നെ അങ്ങനല്ല, ഇവിടെ ഈ നിഷ്ഠ സമ്പാദിച്ചിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞ് തിരികെ വിളിച്ചുകൊണ്ട് വരുന്ന ഒരു സമ്പ്രദായം. അപ്പോൾ അങ്ങനെ ഉള്ളതാണ് ഈ കർമ്മ. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അതില്ല, പിന്നെ അതൊന്നും സാധിക്കേണ്ടതായ കാര്യമില്ല. കാരണം കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു, പിന്നെ സാധനയുടെ ആവശ്യം. പക്ഷേ നീയിപ്പോൾ അങ്ങനല്ല, നിനക്ക് ഈ വിധത്തിലുള്ള സ്വഭാവമാണുള്ളത്. നീ കർമ്മവാസന ഉപേക്ഷിച്ചവരല്ല. ആചാര്യ വിനോബാഭാവം ഗീതാപ്രവചനത്തിൽ പറയും, അർജുനനെ നമ്മളങ്ങ് തപസ്സിന് വിട്ടു വളരാൻ. അർജുനൻ ഇങ്ങനെ തപസ് ചെയ്ത് വനത്തിൽ ചെന്നങ്ങോട്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന മാനയും ഒക്കെ കാണുന്ന കുറെ കഴിയുന്നവർക്ക് അമ്പെടുക്കുന്നു ഏഴോട്ട് കൊണ്ടു. ആ വാസന അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് വിശേഷം പോകുന്നില്ല. മറ്റേ കോടാലിസ്വാമി കവിതകൾ ഇരുന്നിട്ട് പ്രാവിനൊക്കെ അറക്കുന്നത് പോലെ. ഇതിൽ കോടാലിസ്വാമി 14 കൊല്ലത്തിന് മുമ്പ് കോടാലിസ്വാമി പറഞ്ഞ വൈദ്യുതികാരുടെ ജയിക്കപ്പ് സന്യാസിയായിട്ട് ഈ കവിതകളെ ഇരുന്ന് ഭക്തന്മാരെല്ലാം നമസ്കരിക്കുകയും ഇതൊക്കെ ചെയ്തു. കുറെ കഴിഞ്ഞ് ദേവതക്കാരി എന്നപ്പോൾ ഒരിക്കൽ യാദൃശ്യമായിട്ട് ദേവതക്കാരൻ ചെന്നപ്പോൾ അമ്പലത്തിനകത്ത് മാംസമൊക്കെ വെച്ചോണം കുറേ കൂടി അയാളെ ശിക്ഷിച്ച് 2.5 കൊല്ലത്തെ അയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് കഥകളൊക്കെ അയാൾ പറഞ്ഞു. അയാൾ ഇതിൽ വന്ന വരവിനാണ് കവിതകാലം പറഞ്ഞ് തീ പിടിച്ചിട്ടുണ്ട്. അയാളാണ് നമ്മുടെ ഒരു ലഘു ഗ്രന്ഥത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ അക്കാലത്തെ സംഗതി നമ്മളൊക്കെ അങ്ങനെ കാണുന്ന അങ്ങ് കോടാലിസ്വാമി ഒരു വൃക്ഷത്തിൻ്റെ പോട്ടിലാണ് ഇരിക്കുന്നത്. ഭക്തന്മാരൊക്കെ ചെന്നങ്ങോട്ട് നമസ്കരിച്ചു. ഇങ്ങോട്ട് പോരുമ്പോൾ തിന്നാനുള്ളതും കൊടുത്തു. പക്ഷേ അതിൽ പോയി കഴിഞ്ഞ ഞങ്ങൾ ആവിൻ്റെ അർത്ഥിയൊക്കെ ആയിട്ടാണ് എനിക്ക് ഇഷ്ടം. ഇതുപോലെ അർജുനൻ സന്യാസിയായിട്ട് നമുക്ക് പോയി വിട്ടു. അവിടെ ചെല്ലുന്ന അവസരത്തിൽ ഇതുവരെ പരിശീലിച്ച കായികാഭ്യാസം ഉണ്ടല്ലോ, അതൊന്ന് പ്രകടിപ്പിക്കും. പക്ഷേ ആത്മരതിയായിട്ടുള്ള ഒരാൾക്കതല്ല. ആത്മീയ കാര്യമാണ് അദ്ദേഹത്തിന് പ്രധാനമായിട്ടുള്ളത്. അതാണ് തസ്യ നൈവതസ്യ ഹൃദയനാർത്ഥോ നാഗൃതേനയ കർശന മതാസ് സർവഭൂതേഷു കച്ചിതർത്ഥ വ്യവാശ്രയ അസ്യ സർവഭൂതേഷു. സർവഭൂതങ്ങൾ എന്ന് വെച്ചാൽ ബ്രഹ്മ മുതൽ സ്ഥാവരം വരെയുള്ള എല്ലാത്തിലും കച്ചിൽ അർത്ഥവ്യവാശ്രയ. അർത്ഥവ്യവാശ്രയം ശങ്കരാചാര്യ സ്വാമികൾ പ്രയോജന നിമിത്ത ക്രിയാസാധ്യ എന്നാണ് അതിന് ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രയോജന നിമിത്ത ക്രിയാസാധ്യ, പ്രയോജനത്തിന് കാരണമായിരിക്കുന്ന ക്രിയ കൊണ്ട് എനിക്കിന്നത് ലഭിക്കണം എന്നുദ്ദേശിച്ച് ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് സിദ്ധിക്കേണ്ട ഒരെണ്ണമാണ് ഈ ക്രിയാജന്യമായ. പക്ഷേ മോക്ഷം അതല്ല. അതുകൊണ്ട് അർത്ഥവ്യവാശ്രയം, അർത്ഥത്തിന്റെ വ്യവാശ്രയം, അല്ലെങ്കിൽ അർത്ഥത്തിൽ കൂടെയുള്ള വ്യവാശ്രയം. വ്യവാശ്രയം ആലംബനം അർത്ഥം, അങ്ങനൊന്നും അദ്ദേഹത്തിന് കിട്ടാനില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര. അസക്തോ യാചരൻ കർമ്മ പരമാത്മനോതി പുരുഷ. അല്ലെങ്കിൽ അർജുന. അതുകൊണ്ട് തസ്മാൻ, അതുകൊണ്ട് മുമ്പ് പറഞ്ഞിരുന്നത് ആവർത്തിക്കുക. അസക്ത, എനിക്ക് ഇന്നത് കിട്ടണം ഇന്നത് കിട്ടണം എന്നുള്ള ആഗ്രഹിക്കാതെ കാര്യം കർമ്മ സമാചര. നിനക്ക് വിധിച്ചിട്ടുള്ള കർത്തവ്യകർമ്മം നീ ചെയ്യുക. ക്ഷത്രിയനാണ് നീ. ധർമ്മശാസ്ത്രത്തിൽ ക്ഷത്രിയന്മാരുടെ ലക്ഷണം സമാധാന പരിപാലനം, ശത്രു ജയിക്കുക മുതലായവ. യുദ്ധേജാപ്യ അപലായനം. യുദ്ധത്തിൽ നിന്നൊരു ക്ഷത്രിയൻ പിന്തിരിയുന്നത് ധർമ്മത്തിന് കോട്ടം വരുന്നതാണ്. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യാൻ കടപ്പെട്ടവനാണ്. യുദ്ധം ചെയ്യുന്ന അവസരത്തിൽ ഹിംസയല്ലോ എന്ന് ചോദിച്ചാൽ അല്ല, ലോകസംഗ്രഹത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. യുദ്ധത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്തു. വാഴുക്കാരൻ യുദ്ധം യുദ്ധത്തിനവിടെ ചെന്ന് നിൽക്കുക. ഉടനെ തന്നെ ലാഹോറുകാരൻ പട്ടാളക്കാരൻ അങ്ങേ വശത്ത് വന്നിരിക്കുക. അവനെ കണ്ടതാണ്, നീയാണ് പണ്ടത്തെ കപ്പ പൊട്ടിച്ചോ അല്ലെ എന്നെ സഹായിച്ചോണ്ടില്ലെന്ന് പറഞ്ഞ് രാഗദ്വേഷാദികളോടുകൂടി അവനെ കൊല്ലുകയാണ് വാഴുക്കാരൻ. അവന് ഒരു പരിചയവുമില്ല. കർത്തവ്യം എന്നുള്ള നിലയിൽ അമ്പായിരിക്കുന്നല്ലാതെ തൻ്റെ കടമയാണ് യാന്ത്രിക മനുഷ്യനെ പോലെ ചെയ്യുക. അതാണ് കാര്യം കർമ്മ സമാചര. അസക്തനായി
നിന്റെ കർത്തവ്യം എന്നുള്ളതിൽ നീ ചെയ്യുക. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര. നമ്മുടെ കർത്തവ്യം എന്നുള്ള നിലയിൽ കർമ്മം ചെയ്യുക. തസ്മാത് അതുകൊണ്ട് അസക്ത, ആ വിഷയത്തിൽ ആസക്തിയില്ലാതെ എപ്പോഴും കാര്യം കർത്തവ്യം ചെയ്യേണ്ട പ്രവൃത്തി നിനക്ക് വിധിച്ചിട്ടുള്ള സമൂഹ നിയമമായിട്ട് വിധിച്ചിട്ടുള്ള കർമ്മം ചെയ്യണം. ആസക്തോഹി ആദരൻ കർമ്മ. എന്താണ് ഭക്തിയോടുകൂടി ചെയ്താൽ? ആസക്തി ഇല്ലാതെ ചെയ്താൽ അന്ധകരണശുദ്ധിയും ആത്മജ്ഞാനം ഉണ്ടായി പരമാത്മനൊരു പുരുഷ പരമോക്ഷം ലഭിക്കും. ഇതിന്റെ പ്രക്രിയ കർമ്മം ചെയ്യുക. പാമരാണാം വ്യവഹൃതയർ വരൻ കർമാദ്യനുഷ്ഠിതി തതോപി സഗുണോപാസ്തർ നിർഗുണോപാസനാഥ. അപ്പോൾ പാമരന്മാരുടെ വ്യവഹാരത്തെക്കാൾ ഭേദമാണ് വ്യവഹൃതി. നമ്മളിപ്പോൾ അമ്പലത്തിൽ പോവുക, തീർത്ഥയാത്ര നടത്തുക, വ്രതം നോക്കുക, ഇതൊക്കെ പാമരന്മാരുടെ വ്യവഹാരത്തെക്കാൾ ഏറ്റവും ഇഷ്ടമാണ്. പാമരാണാം വ്യവഹൃതയർ വരൻ കർമാദ്യനുഷ്ഠിതി. കർമ്മം ചെയ്താലോ കാമ്യകർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച് നിഷ്കാമകർമ്മം ചെയ്യും. പിന്നെ കാമ്യകർമ്മം പാണ്ഡ്യം ധരിക്കരുത്. കന്യാസി വർമ്മ കാരടി ശങ്കരക്ഷേത്രത്തിൽ ശാരദാക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്താനായിട്ട് കുറെ ചക്രങ്ങൾ ഞാനുണ്ടാവും. ഉടനെ തന്നെ ശാന്തിക്കാരൻ എന്തിന് പുഷ്പാഞ്ജലി നടത്തുന്നു? നമ്മൾ ശാന്തിക്കാരുടെ ഇന്ന അപത്രത്തിന്റെ ഇന്നാരുടെ ഇതിനു വേണ്ടി പുഷ്പാഞ്ജലിയും കരിഷ്യേയും പറഞ്ഞല്ലോ സങ്കല്പം. അങ്ങനെ കന്യാസിയോട് ചോദിച്ചു എന്തോന്നിനു വേണ്ടിയായി ചെയ്യേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അമ്മാളിൻ്റെ ലോകക്ഷേമത്തിന് വേണ്ടി. അതായത് ശാരദാദേവിയുടെ ഇതിനു വേണ്ടി ചെയ്യിച്ചാണ്, എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാം എന്ന് സന്യാസി പറഞ്ഞു. അതുപോലെ നമ്മൾ ഓരോരുത്തരും എനിക്കത് വേണം എനിക്കിത് വേണം എന്നുള്ള വിചാരിക്കും. അത് എൻ്റെ കർത്തവ്യം. ഈശ്വരപൂജ കർമ്മം ചെയ്യാൻ നമുക്ക് അധികാരം. ഫലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അധികാരം ദേശം പോലുമില്ല. അതാണ് തസ്മാദസക്ത. അപ്പൊ കർമ്മം കൊണ്ട് കാമ്യകർമ്മം ചെയ്താൽ മനസ്സിന് മാലിന്യം നേടും. അതുകൊണ്ട് കാമ്യകർമ്മത്തിൽ നിന്ന് നിഷ്കാമകർമ്മം, നിഷ്കാമം എന്ന് വെച്ചാൽ ഒന്നും ആഗ്രഹിക്കാതെ ഈശ്വരപ്രീതി എന്നുള്ള നിലയിൽ, ഈശ്വരാജ്ഞ എന്നുള്ള നിലയിൽ അസക്തോ യാതന, ശക്തിയില്ലാത്ത കർമ്മം ചെയ്യുമ്പോൾ അന്ധകരണ ശുദ്ധിയുണ്ടാകും. അങ്ങനെ അസക്തോ യാതരൻ കർമ്മ പുരുഷ അസക്ത കർമ്മ ആദരൻ. പുരുഷൻ ശക്തിയില്ലാതെ ഫലാസക്തിയില്ലാതെ കർമ്മം ചെയ്താൽ പരം ആത്മോതി മോക്ഷത്തെ പ്രാപിക്കും. അതുകൊണ്ട് നിനക്ക് മോക്ഷമാണ്. സന്യാസത്തിന്റെ ലക്ഷണം മോക്ഷമാണെങ്കിൽ അതിന് നീ നിഷ്കാമമായിട്ട് യുദ്ധം ചെയ്യുക. അതല്ല മോക്ഷമല്ലെങ്കിൽ ഈ കർമ്മം ഉപയോഗിച്ചിട്ട് പോകുന്ന തെറ്റാണ്. രണ്ട് വിധത്തിലായാലും നീ കർമ്മം ചെയ്യണം എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾ ഓരോന്നും ചെയ്യുക, നമ്മൾ ഈശ്വര പൂജയിൽ നമ്മൾ നിലയിൽ ഓരോ പ്രവൃത്തികളും ചെയ്യുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ക്ലേശവും ദുഃഖവും ഉണ്ടാകും. കർമ്മണൈവ സംസിദ്ധി മാതിദാ ജനകാദേഹ ലോകസംഗ്രഹമേവാദി സമ്പശ്യം കർത്തും അർഹതി. കർമ്മണൈവ ഹി സംസിദ്ധി മാതിദാഹ ജനകാദേഹ ലോകസംഗ്രഹമേവാദി സമ്പശ്യം കർത്തും അർഹതി. കർമ്മണാലേവ ഹി സംസിദ്ധി ആസ്ഥിതാഹ ജനകാദേഹ ലോകസംഗ്രഹം ഏവ അഭി സമ്പശ്യം കർത്തും അർഹതി. ശരി, അങ്ങ് ജ്ഞാനം കൊണ്ട് സന്യാസികളായിട്ടുള്ള ആളുകളെ മാത്രമേ ഞാൻ അറിയൂ, മറ്റൊന്നും ലോകത്തിൽ പ്രസിദ്ധിയില്ല. അങ്ങനെ ജ്ഞാനികൾ എങ്ങനെ കർമ്മം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നിന്റെ വംശത്തിൽപ്പെട്ട ക്ഷത്രിയന്മാർ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. കർമ്മണ ഏവാഹി സംസിദ്ധി ആസിത ജനകാദേഹ കർമ്മണ ഏവാഹി സംസിദ്ധി ആസിത. ജനകാദികൾ ക്ഷത്രിയ ഋഷികളായ ജനകൻ, അശ്വപതി മുതലായ വൈദിക പ്രസിദ്ധന്മാരായ രാജർഷികൾ കർമ്മം കൊണ്ട് തന്നെ മുക്കുവന്മാരായി തീർന്നു. അതുകൊണ്ട് മുക്കുവന്മാരായി തീർന്നു. അല്ലെങ്കിൽ മോക്ഷത്തിന് വേണ്ടി കർമ്മം ചെയ്തിട്ടുണ്ട്, സിദ്ധി നേടിയവരാണ്, മോക്ഷം നേടിയവരാണ്. അങ്ങനെയാണെങ്കിൽ മുക്കുവന്മാരെങ്ങനെ പ്രവർത്തിക്കുന്നു? ലോകസംഗ്രഹമേവാമി, ലോകസംഗ്രഹത്തിന് വേണ്ടി, ലോകാനുഗ്രഹത്തിന് വേണ്ടി അവർ കർമ്മം ചെയ്യും. നീ അജ്ഞനാണെങ്കിൽ അന്ധകരണശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്യുക. നിനക്ക് ആത്മജ്ഞാനമുണ്ടെങ്കിൽ ലോകസംഗ്രഹത്തിന് വേണ്ടി, ലോകസംഗ്രഹമേവാദി, ലോകസംഗ്രഹത്തെ തന്നെ കണ്ടുകൊണ്ട് ലോകസംഗ്രഹം ഏവ അഭി സമ്പശ്യൻ കർത്തും അർഹസി. അല്ലേ ലോകസംഗ്രഹത്തെ കണ്ടുകൊണ്ട് തന്നെ നീ കർമ്മം ചെയ്യാൻ അർഹനാണ്. നീ ലോകാനുഗ്രഹത്തിന് വേണ്ടി കർമ്മം ചെയ്യാം. നമ്മുടെ ലോകം എന്ന് വെച്ചാൽ സമൂഹം. ഒരു വ്യക്തിക്ക് സമൂഹക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാം. സമൂഹവും വ്യക്തിയും, സമൂഹമാണ് ഈശ്വരൻ.
ഈശ്വര പൂജ എന്ന് പറയുന്ന പദത്തിൽ ചില ആളുകൾ വെച്ചിട്ടുണ്ട്. ഈശ്വര പൂജ എന്ന് വെച്ചാൽ പ്രത്യേകമില്ല. നമ്മൾ ഈ ലോകരൂപത്തിൽ ജനതാജനാർദ്ദൻ, സമൂഹ സേവനം മുതലായതൊക്കെ ഈശ്വര സേവ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യും. ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. പക്ഷേ ആ ലോകത്തെ ഈശ്വരബുദ്ധിയോടുകൂടി കാണുകയും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈശ്വരബുദ്ധിയോടുകൂടി ചെയ്യുകയും ചെയ്യുക. അവിടെ മഹത്വമില്ല. ഞാൻ എത്ര പാവങ്ങൾക്ക് ഉപകാരം ചെയ്തവനാണ് എന്ന് വിചാരിച്ചെങ്കിൽ തെറ്റ്. കാരണം പാവമില്ല, പാവങ്ങളെന്നൊരു കൂട്ടമില്ല, എല്ലാം ഈശ്വരൻ എന്നുള്ള ബുദ്ധിയോടുകൂടി ദീനന്മാർക്ക് ഈ ദീനത മാറ്റുക, രോഗികളെ ശുശ്രൂഷിക്കുക, ഇങ്ങനെയുള്ള ഓരോ പ്രവൃത്തികളും ഈശ്വരബുദ്ധിയോടുകൂടി രോഗി എന്ന നിലയിൽ കിടക്കുന്നത് ഈശ്വരനാണ്, ദീനനെന്ന നിലയിൽ കിടക്കുന്നത് ഈശ്വരനാണ്, അജ്ഞനെന്ന നിലയിൽ കിടക്കുന്നത് ഈശ്വരനാണ്. അങ്ങനെ ഈശ്വരന്റെ ലീലാമയമായ വിഗ്രഹം കൈക്കൊണ്ട് അവരങ്ങനെ ഇരിക്കുന്നു. നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഈശ്വര പൂജ എന്നുള്ള നിലയിൽ ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് കുഴപ്പമില്ല. അതാണ് പാദോസ്യ വിശ്വാഭൂതാനി. ഈ പ്രപഞ്ചം തന്നെ ഈശ്വരന്റെ പാദങ്ങളാണ്. ഇപ്പൊ ലോകസേവനം എന്ന് പറയുന്നത് ഈശ്വര പൂജ എന്നുള്ള നിലയിൽ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പ്രവർത്തിക്കാം. ഒന്നും ചെയ്യാതെ എന്നോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും സാധ്യമല്ല. നൈ ദുഷ്ടത്യകർമ്മകൃത്, ആരും ഒന്നും ചെയ്യാതിരിക്കുന്നില്ല. ചില ആളുകൾ ചില ആളുകൾ വിചാരിക്കും ഞാൻ ഒന്നും ചെയ്യരുത്, ധന്യനിത്യ കളയാമെന്ന് പറഞ്ഞ് എവിടെ ഇരിക്കും? കുറെ നേരം കഴിയുന്ന അവസരത്തിൽ വിശപ്പ് വരുന്നതായ അവസരത്തിൽ ഉദരനാര ജഡരാഗ്നിയെ സംതൃപ്തിപ്പെടുത്താം. അപ്പോൾ അവിടെ ചെല്ലുന്ന അവസരത്തിൽ പലരും തരണം. ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ജ്ഞാനിക്ക് കൊടുത്താൽ പുണ്യമുണ്ടെന്നാണ് ഗ്രഹസ്ഥന്മാരുടെ വിശ്വാസം. കാരണം ജ്ഞാനി നമ്മുടെ സമുദായത്തിൻ്റെ വകയാണ്. ഇത് കഴിവുള്ള ഒന്നും ചെയ്യാതെ അലസനായിട്ടിരുന്നാൽ അത് തെറ്റാണ്. അലസന്മാരെ പോയി ഇന്ത്യ എന്ന് പറയുന്നത് സമൂഹനീതിയല്ല. അതുകൊണ്ട് ഒരു സാധകൻ എന്നുള്ള നിലയിലും സിദ്ധൻ എന്നുള്ള നിലയിലും അല്ലയോ ക്ഷത്രിയവീരനായ അർജുന നീ യുദ്ധം ചെയ്യുക. സാധകൻ എന്നുള്ളത് നിഷ്കാമകർമ്മം അനുഷ്ഠിച്ച് അന്ധകരണ സിദ്ധി വരുത്തി ജ്ഞാനം നേടാൻ വേണ്ടി യുദ്ധം ചെയ്യുക. സിദ്ധൻ എന്നുള്ള നിലയിലാണെങ്കിൽ ലോകാനുഗ്രഹത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക. എന്താ, അർജുനൻ ജ്ഞാനിയാണ്, അദ്ദേഹം അലസനായിരുന്നില്ല. അപ്പോൾ മഹാന്മാരെ ഏത് പ്രവർത്തിക്കും അതിനെ അനുകരിക്കാനാണ് ബാക്കിയുള്ളവരെ ഒരുങ്ങുന്നത്. അതുകൊണ്ട് അർജുനനെ നിമിത്തമാക്കി ഭാവി ജനങ്ങളും യുദ്ധം ചെയ്യാൻ, കർത്തവ്യം ചെയ്യാൻ സന്നദ്ധരായിരിക്കും. ഇവിടെ യുദ്ധം എന്ന് പറഞ്ഞാൽ കർത്തവ്യം എന്ന അർത്ഥം മനസ്സിലാക്കിക്കണം, അല്ലാതെ മറ്റൊന്നുമല്ല. അർജുനന്റെ കർത്തവ്യം ഇപ്പോൾ യുദ്ധമായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഒരു കച്ചവടക്കാരനോടാ പറഞ്ഞിരുന്നെങ്കിൽ നിഷ്കാബുദ്ധിയോടുകൂടി കച്ചവടം ചെയ്യാൻ പറഞ്ഞു. ഒരു സന്യാസിയോടാ പറഞ്ഞിരുന്നെങ്കിൽ ബ്രഹ്മചാരിയോടാ പറഞ്ഞിരുന്നെങ്കിൽ പഠിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ കർത്തവ്യം എന്നുള്ളതാണ് യുദ്ധം എന്നുള്ളതിനർത്ഥം. ചില ആളുകൾ പറയും, ഭഗവത്ഗീതയിൽ അർജുനൻ എത്ര നല്ലവനായിരുന്നു, എനിക്ക് കൊല വയ്യ എന്ന് പറഞ്ഞ ആദ്യപ്പോൾ നിങ്ങളുടെ ദൈവം കൊല്ലടാ എന്ന് പറഞ്ഞ് കൊല്ലിച്ചില്ലയോ, അതാണോ ദൈവം എന്നൊക്കെ ചോദ്യം. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ യുദ്ധം എന്നല്ല കർത്തവ്യം എന്നുള്ളതാണ് ഇവിടുത്തെ മുഖ്യമായ വിഷയം. തന്നെയുമല്ല, കൊല്ലും കൊലയും, ദുഷ്ടന്മാരെ കൊല്ലുക, ശിഷ്ടന്മാരെ രക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ഡാക്ടറുടെ ശസ്ത്രക്രിയ പോലെ. നമ്മുടെ പുരാണങ്ങളിലൊക്കെ നോക്കുന്ന അവസരത്തിൽ മിക്കവാറും ശാപം കൊണ്ടും ദുഷ്കർമ്മം കൊണ്ടും ആതിഥേയം എടുത്തിരിക്കുന്നവരായിരുന്നു ദുഷ്ടന്മാർ. പർവാനമായിട്ടുള്ള യുദ്ധത്തിൽ അവരുടെ ആതിഥേയം പോയപ്പോൾ അവർക്ക് ദിവ്യശരീരം കിട്ടി മേൽപോട്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ അനുഗ്രഹിക്കുകയായിരുന്നോ നിഗ്രഹിക്കുകയായിരുന്നോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. ഇപ്പോൾ ഒരു ഡാക്ടർ വന്ന് നമ്മുടെ ഗുജറാത്ത് വന്ന ഡാക്ടർ വന്ന് ഞെക്കിക്കഴിഞ്ഞ ഉടനെ തന്നെ ഡാക്ടറെ കല്ലെടുത്തെടുക്കുന്ന ആളുകൾ. ഡാക്ടറെ കാരുണ്യത്തോടുകൂടി ഇത് എടുത്ത് കളയാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഡാക്ടർ നോവിക്കുക എന്നുള്ളതല്ല, നോവില്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രയോഗമാണ്. ഇതുപോലെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരുടെ ദുഷ്ടത കളഞ്ഞ് അവരിൽ ശ്രേഷ്ഠത വളർത്താൻ വേണ്ടിയാണ് ഈ അവതാര പുരുഷന്മാര് ഹിംസ ചെയ്തിട്ടുള്ളത്. അത് ഹിംസയല്ല, നാശം എന്നുള്ള ബുദ്ധിയല്ല ഉള്ളത്, അവരെ അനുഗ്രഹിക്കണമെന്നുള്ള ബുദ്ധിയാണുള്ളത്. ആ ദൃഷ്ടിയോടെ കർത്തവ്യം നമ്മൾ ചെയ്യുക. പണ്ടേ വിധിച്ചിട്ടുള്ള കാര്യം ഇത്തക്കാർ വരുമെന്ന് വിചാരിച്ച് അരി വെക്കാതിരിക്കുക, ജന്തുക്കൾ ചത്തുപോകുമെന്ന് വിചാരിച്ച് കൃഷി ചെയ്യാതിരിക്കുക, ഇങ്ങനൊക്കെ ചെയ്യുന്ന തെറ്റാണെന്ന് പഴയത് എന്താ അവിത്തക്കാർ വന്നതിന് പുറത്താണ്. അതുകൊണ്ട് അരി വെക്കാം. അതെ, അതുപോലെ തന്നെ പിന്നെ കൃഷിയൊന്നും ചെയ്യാതിരിക്കുക, ജന്തുക്കൾ ചത്തു.
എന്നിട്ട് വിശക്കണമെന്നിട്ട് മറ്റൊരിടത്ത് ചെന്ന് പിന്നെ കൈ നീട്ടുക അവരും പറഞ്ഞു. അപ്പോൾ മരണത്തെക്കാൾ ഭേദം ഭിക്ഷയാണെന്നാണ് പറഞ്ഞത്. അത്ര നീചമാണ്. അത് എന്ന് പറഞ്ഞിട്ട് കന്യാതി ഭിക്ഷ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കന്യാതി ചത്തവന്, അതുകൊണ്ടാണ് ഭിക്ഷ എടുക്കുന്നത്. ഭിക്ഷയ്ക്ക് 5 പേർക്കാണ് അധികാരമുള്ളത്. യതിശ്ച ബ്രഹ്മചാരിയില്ല വിദ്യാർത്ഥി ഗുരുഘോഷകൻ അധ്വക ക്ഷീണവൃത്തിസ്ഥ ഷടേവി ഭിക്ഷവസ്മൃത. അപ്പോൾ യതിശ്ച കന്യാസിക്ക് ഭിക്ഷ എടുക്കാൻ വേണ്ടിയാണ്. അയാൾക്കൊന്നുമില്ല. ഉദരത്തെ ലോകസംഗ്രഹത്തിന് വേണ്ടി അയാളെ കൊണ്ട് പ്രയോജനമുണ്ട്. അതുകൊണ്ട് ഭിക്ഷ എടുക്കുക. ഈ ഭിക്ഷ എടുക്കുന്നവരിൽ തന്നെ ഒരിടത്ത് തന്നെ വീടും പോകരുത്. മാധുരി ഭിക്ഷ, പിന്നെ തേനീച്ച അനേക പുഷ്പങ്ങളിൽ നിന്ന് തേനെടുത്ത് ഭക്ഷിക്കുന്നത് പോലെ ഇത് ശേഖരിക്കുന്നത് പോലെ ഒരു സാധു അനേക വീടുകളിൽ തന്നെ ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കണം. ഒരിടത്തും തന്നെ കഴിച്ചാൽ അവിടുത്തെ കുറഞ്ഞു. അതുപോലെ ഭിക്ഷയ്ക്ക് പോകുന്ന അവസരത്തെ എന്തെന്നൊക്കെ പറയും, നെല്ല് കുത്തുന്നിട്ട് പോകരുത്, പുകയുന്നിടത്ത് പോകരുത്. കാരണം അവർക്ക് വിഷമം തോന്നും. എല്ലാം കഴിഞ്ഞിട്ട് വേണം ചെല്ലാൻ. അങ്ങനെ യതിസ്ഥ ബ്രഹ്മചാരി വിദ്യാർത്ഥി നമ്മുടെ വീടുകളിൽ, പിന്നെ പണ്ടത്തെ ബ്രഹ്മചാരി ഇന്നത്തെ വിദ്യാർത്ഥി ഉച്ചയ്ക്ക് ആഹാരമൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ വന്നു ഗുരുഘോഷക. ഇതുപോലെ ഗുരുക്കന്മാരെ സംരക്ഷിക്കാൻ നിവൃത്തിയില്ലാതെ മാതാപിതാക്കന്മാരും നമ്മുടെ ഗുരുക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടി ശിക്ഷയെടുക്കുന്നതിന് ദോഷമാണ്. അധ്വക വഴിയാത്ര ചെയ്യുന്നവർക്ക് കയ്യിലെ ഒന്നും ഇല്ലാതെ വരുന്നവർക്ക് അവർക്ക് ശിക്ഷ ദോഷം. ക്ഷീണവൃത്തിസ്ഥ യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ കഴിവില്ല, ജീവനം കൊണ്ട് തന്നോനും ശിക്ഷയില്ല. ഈ ഇത് ബാക്കി ആരും ഭിക്ഷ എടുക്കുന്നത് ഭാഗമായിട്ടാണ് ശാസ്ത്രത്തിൽ എത്തിയിരിക്കുന്നത്. അധ്വക ക്ഷീണവൃത്തിസ്ഥ ഷടേരേ ഭിക്ഷവസ്മൃത. ഞാൻ ആ കൂട്ടമാണ് ശിക്ഷ. ഇനിയും ഇങ്ങനെ ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് കർത്തവ്യകർമ്മം ചെയ്യുക. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് കർത്തവ്യകർമ്മം നിഷ്കാമോദ്യോഗം ചെയ്യണം എന്നാണ് ഭഗവാൻ ഗീതയിൽ ഉപദേശിച്ചിരിക്കുന്നത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.